നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന സുധിയും കൊണ്ട് രവീന്ദ്രനും സച്ചിയും കൂടെ വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് സുധിയുടെ മദ്യലഹരി കെട്ടടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സുധി അപ്പോഴും മദ്യലഹരി തന്നെയായിരുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ എന്ത് ചെയ്യണം നടത്തില്ല, വല്ലാത്തൊരു സങ്കടമാണ്. ഒരിക്കലും സുധിയെ ഈ ഒരു കോലത്തിൽ കാണുമെന്ന് രവീന്ദ്രൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലോ. അങ്ങനെ വീട്ടിൽ വന്ന് രവീന്ദ്രന്റെ അടുത്തേക്ക് എന്നിട്ട് സുധി പറഞ്ഞു, അച്ഛാ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. എന്താടാ? എന്നോട് ക്ഷമിക്കുക അച്ഛാന്ന് പറഞ്ഞ ആ കാലിലേക്ക് അങ്ങോട്ട് വീഴുവാണ്. പെട്ടെന്ന് രവീന്ദ്രൻ സുധിയെ പിടിച്ചെഴുന്നേപ്പിച്ചു. എടാ, നീ എന്തിനാ ഇപ്പൊ എന്നോട് മാപ്പ് പറയുന്നേ? അച്ഛാ, ഞാൻ അച്ഛനെ എല്ലാവരും കുറെ ദ്രോഹിച്ചിട്ടുണ്ട്. അച്ഛനോടൊക്കെയാണെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നോട് പൊറുക്കണം അച്ഛാ. എടാ പോട്ടയുടെ മോനെ, നീ ഇപ്പം ക്ഷമ പറയേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് പറയണം, ഞാൻ സച്ചിയോടൊക്കെ ആണെങ്കിലും കുറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ദ്രോഹം ചെയ്തിട്ടുണ്ട്. അതിനുള്ള ശിക്ഷയായിരിക്കും എനിക്കിപ്പോ ദൈവം തരുന്നതല്ലേ. അതുകൊണ്ടായിരിക്കും എൻ്റെ ജീവിതം ഇങ്ങനെയായി തീർന്നേ. സ്വന്തം ഭാര്യയെ ചതിക്കാന്ന് പറഞ്ഞാല് ഇത്രയും കാലം കൂടെ കിടന്നിട്ട് അതുപോലും അറിയാൻ പറ്റാത്ത കഥഭാഗ്യനായ ഒരു ഭർത്താവാണ് ഞാൻ. അത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, എടാ മോനെ, ഇപ്പൊ നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. നീ മുറിയിലേക്ക് പോയി കിടക്കാൻ നോക്ക്. വേണ്ട, എനിക്ക് അച്ഛനോട് സോറി പറയണം. ഞാൻ അച്ഛനോട് സോറി പറഞ്ഞിട്ടേ പോവുള്ളൂ. ക്ഷമിച്ചെന്ന് പറയച്ചാ, അല്ലാതെ ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കാലയിലേക്ക് അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്ക് സച്ചിക്കും ഒക്കെ ഭയങ്കര വിഷമമായിപ്പോയി. ചന്ദ്രമതി അവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. സച്ചി പറഞ്ഞു, സുധി നീ ഇങ്ങോട്ട് എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. വേണ്ട, നീ എന്നോട് ക്ഷമിക്കില്ലടാ, എന്നോട് പൊറുക്കടാ. നിന്നോട് ഞാൻ തെറ്റ് ചെയ്തു. ശരിക്കും നീയും അച്ഛനും കൂടെ അവിടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എന്തായാലും. പിന്നെ എനിക്കറിയായിരുന്നു എനിക്കൊരു ആപത്ത് പറ്റിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഓടി വരുമെന്ന്. ഞാനതാ പോലീസുകാരോട് പറഞ്ഞേ എൻ്റെ അനിയൻ വരും, അനുജൻ വന്നിട്ട് എന്നെ രക്ഷിക്കൂന്നൊക്കെ പറഞ്ഞ് ഒരാത്മവിശ്വാസം ഉണ്ടായിരുന്നു. നിന്നെ ഞാൻ ദ്രോഹിച്ചാലും നിനക്ക് എന്നെ ദ്രോഹിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് മധ്യാകത്ത് എന്ന് കഴിഞ്ഞപ്പോൾ സുധിയുടെ ഉള്ളിലുള്ള ആ സത്യങ്ങളൊക്കെ പുറത്തു വരുവാണ്. അപ്പോഴേക്ക് സച്ചി സുധിയെ പതുക്കെ പിടിച്ചെഴുന്നേപ്പിച്ചിട്ട് നിങ്ങോട് വന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പിടിച്ചെഴുന്നേപ്പിച്ചുകൊണ്ട് പോയിട്ട് മുറിയിലേക്ക് കൊണ്ടുപോയി ആ ബെഡിലേക്ക് കിടത്തുവാണ്. ഇവിടെ കിടക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കിടത്തിയിട്ട് പുതപ്പൊക്കെ ഇട്ട് പുതപ്പിച്ചിട്ട് സച്ചി കുറേ സമയം നോക്കിയിരുന്നു. സച്ചിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ഈ ഒരു അവസ്ഥയിൽ സുധീനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞപ്പോൾ ആരെ പണിയാനെ എപ്പോഴും സുധി ശ്രമിക്കാറുള്ളൂ. അങ്ങനെയുള്ള സുധിയെ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ഇങ്ങനെ തകർന്ന് തരിപ്പണമായി സുധിയെ കണ്ടിട്ടില്ല. ഒടുവിൽ സച്ചി ഹാളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ രവീന്ദ്രനാണ് സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേനും സച്ചി പറഞ്ഞു, അച്ഛാ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചല്ല ഞാൻ അയാളെയും കൂട്ടിക്കൊണ്ട് ഞാൻ രേവതിയും കൂടെ ഇങ്ങോട്ടേക്ക് വന്നേ. പാർലടുത്തിട്ട് കള്ളത്തരം ഒന്ന് പുറത്തു കൊണ്ടുവരണം, അത്ര മാത്രമേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതിപ്പം സുധി ഇത്രമാത്രം തകർത്തുകളെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. രവീന്ദ്രൻ പറഞ്ഞു, അവൻ അത്രമാത്രം അവളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നടാ, അതുകൊണ്ട് സംഭവിച്ചു പോയതാ. സച്ചി പറഞ്ഞു, അത് ശരിയാ, പക്ഷെ പാർലടുത്തി അത് കാണാതെ പോയി. ഇത്രയധികം സുധി സ്നേഹിച്ചിട്ടും ആ സ്നേഹത്തിന്റെ വില മനസ്സിലാക്കാതെ പോയല്ലോ. സ്നേഹിക്കുമായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചതിക്കില്ലായിരുന്നു. രേവതി പറഞ്ഞു, അത് ശരിയാ, പലപ്പോഴും ഞങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അത് ഞങ്ങൾ ശ്രുതിയോട് ചോദിക്കുകയും ചെയ്താ. പക്ഷെ അന്നൊക്കെ ശ്രുതി അതിവിദഗ്ധമായിട്ട് ഒഴിഞ്ഞു മാറോ ചെയ്താ അച്ഛാ. ഇതിനു മുമ്പ് ഞാൻ അയാളെ കണ്ടിട്ടുണ്ട് ടൗണിൽ വെച്ച്. അന്ന് അയാളെ ഞാൻ പിന്തുടർന്നുമാണ്, പക്ഷെ എനിക്ക് അയാളെ കണ്ടു കിട്ടിയില്ല. അന്ന് ഞാൻ ശ്രുതിയോട് ചോദിച്ചപ്പോൾ ശ്രുതി എന്നോട് തർക്കിച്ചു. ഇത്രയും കാലം പറ്റിക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലോ. രവീന്ദ്രൻ പറഞ്ഞ്, എന്ത് ചെയ്യാൻ പറ്റും, ചില മനുഷ്യന്മാരങ്ങനെയുണ്ട്. പിടിക്കപ്പെടരുതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കും. പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞ് സോറി പറഞ്ഞ് നമ്മുടെ കാലെ കയ്യെ വീണ് വീണ്ടും നമ്മുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമുക്ക് അവരോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളത് അനുവദിച്ചു കൊടുക്കും. ഒരുപക്ഷെ ശ്രുതി വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഇനി പിടിക്കപ്പെട്ടാലും ഒന്നും പറയാൻ പോകുന്നില്ല, തിരികെ വീട്ടിലേക്ക് വിളിക്കുമെന്ന്. അത് അവൾക്കൊരു വളവായി പോയെന്ന് തോന്നേ. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പാർലടുത്തെ തിരികെ കൊണ്ടുവന്നാലോ വെച്ചാ. ഇപ്പോഴത്തെ സുധിയുടെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എടാ, അതിന് ചന്ദ്ര സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവള് സമ്മതിക്കുമെന്ന് എനിക്കൊരു ഉറപ്പില്ല. ചന്ദ്രയ്ക്ക് ഈ പറയുന്ന അവളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ, ശ്രുതിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വന്നു പറഞ്ഞു. അല്ല, അമ്മ സമ്മതിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. കാരണം ശ്രുതിയുടെ ജീവിതം നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ ആർക്കാ അച്ഛൻ സഹിക്കാൻ പറ്റുന്നേ? എടാ, നമുക്ക് നോക്കാം എന്താ ചന്ദ്ര വരുമ്പോൾ സംസാരിച്ച് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി വരുവാണ്. ചന്ദ്രമതി വന്നു കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്ര, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്ത്? അവളെക്കുറിച്ചാണോ? അവളെക്കുറിച്ചാണെങ്കിൽ എന്നോട് പറയണ്ട രവിയേട്ടാന്ന് പറഞ്ഞു. ചന്ദ്ര, പറയാതിരിക്കാൻ പറ്റില്ല, പറയേണ്ട കാര്യങ്ങൾ എന്താണെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചു പറഞ്ഞു, അമ്മേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. സുധിയുടെ ഭാര്യയാണ്,
പാർലടുത്തി. ആ പിന്നെ അവരെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരണ്ടേന്ന് ചോദിച്ചു. നിനക്കൊക്കെ അങ്ങനെ ഒരു മോഹം കാണും, പക്ഷേ എനിക്ക് അങ്ങനത്തെ മോഹമൊന്നുമില്ല. അവളെ ഈ കുടുംബത്തോട് മാത്രമല്ല എന്നോടും ചതി ചെയ്തു. അവളെ ഞാൻ അത്രമാത്രം വിശ്വസിച്ചിരുന്നു. മരുമക്കളിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അവളെയാ. എന്നിട്ടാണ് അവൾ ഈ ചതി ചെയ്തത്. അമ്മ കഴിഞ്ഞത് കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് സുധിയുടെ ജീവിതം ഇങ്ങനെ തകർക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ എൻ്റെ മോൻ്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന. എൻ്റെ മോൻ്റെ ജീവിതം അങ്ങനെ തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രെ, നീ എടുക്കുന്ന ഈ വാശിയുണ്ടല്ലോ, അവന്റെ ജീവിതം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. നിനക്ക് തോന്നുന്നുണ്ടോ അവന് ശ്രുതി ഇല്ലാതൊരു ജീവിതം ഉണ്ടെന്ന്? അവള് ചിലപ്പോൾ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അവളുടെ നിലനിൽപ്പിന് വേണ്ടി ചെയ്തതായിരിക്കും. ഒരു തവണത്തേക്ക് നമുക്കൊന്ന് ക്ഷമിച്ചുകൂടെ? രവിയേണ്ണ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാനത് സഹിക്കാനും ക്ഷമിക്കാനും പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, അങ്ങനെ സഹിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിന് കൊടുക്കേണ്ട വില വലുതായിരിക്കും അമ്മേ. അമ്മയ്ക്ക് സുധിയുടെ അവസ്ഥ അറിയത്തില്ലോ. ദേ മുറി കൊണ്ട് സുധിയെ കിടത്തിട്ടുണ്ട്, പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ ചന്ദ്രമതി മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേനും മദ്യപിച്ച് ലെക്ക് കേട്ട അവസ്ഥയിൽ സുധി കിടക്കുന്ന കണ്ടെ. ആ കാഴ്ച കണ്ടപ്പോൾ ചന്ദ്രമതിക്ക് സഹിച്ചില്ല. ചന്ദ്രമതി സുധിയുടെ തലയിലൊക്കെ പിടിച്ചിങ്ങനെ തഴുവാണ്. എൻ്റെ മോനെ, എന്ത് പരിപാടിയാണ് നീ കാണിക്കണേ? അവള് പോയെന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ മദ്യപിക്കേണ്ട കാര്യമുണ്ടോ? സുധിക്കൊരു ബോധമുണ്ടോ? സുധി ബോധമില്ലാതെ കിടന്ന് ഉറങ്ങുക. എന്നാലും നീ ഈ അമ്മയെക്കുറിച്ച് ഓർത്തില്ലോ. അവള് പോവുകയാണെ പോട്ടെ എന്ന് കരുതണമായിരുന്നു. നിനക്ക് ഞാനില്ലേടാ. അവളെക്കാൾ നല്ലൊരു പെണ്ണിനെ നിനക്ക് ഞാൻ കെട്ടിച്ചുകൊണ്ട് തരത്തില്ലേ? എന്നിട്ട് അവളെപ്പോലൊരു പെണ്ണിന് വേണ്ടിയിട്ട്, നീ വൃത്തികെട്ടവൾക്ക് വേണ്ടിയിട്ട് നീ നിന്റെ ജീവൻ നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇരുന്ന് കരയുക. അപ്പോഴേക്ക് സച്ചിൻ്റെ അവധിയും കൂടെ അങ്ങോട്ട് വന്നു. സച്ചി പറഞ്ഞു, അമ്മേ, സുധി നല്ല മദ്യലഹരിയില്ല. അമ്മ ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും സുധിയുടെ തലയിലേക്ക് കയറത്തില്ല. പോരാത്തതിന് നല്ല ഉറക്കത്തിലുവാ. വെറുതെ അവിടെ നിന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അവനും ബോധം വീണ് കഴിയുമ്പോൾ മദ്യലഹരി കഴിയുമ്പോഴത്തേന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അല്ലാതെ വേറൊരു മാർഗമില്ല എന്ന് പറഞ്ഞു. ഇതേ സമയത്ത് ശ്രുതിക്കാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷൻ. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. എങ്ങനെയെങ്കിലും ആ വീട്ടിലേക്ക് കയറാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അവിടെ ഒരു ശ്രുതി വീട്ടിലേക്ക് പോവാണ്. വിമലയെ പോയി കാണുകയാണ്. വിമലയോട് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വിമല പറഞ്ഞു, മോളെ, നിന്നോട് അന്നേ ഞാൻ പറഞ്ഞല്ലേ സത്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട്. അങ്ങനെ പറയുമായിരുന്നു ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ? ശ്രുതി ദേഷ്യം മൊത്തം വിമലയുടെ നേർക്ക് തീർക്കുകയാണ്. നിങ്ങൾ എൻ്റെ ജീവൻ നശിപ്പിച്ചേ, നിങ്ങൾ ഒറ്റ ഒരുത്തിയാ, നിങ്ങൾ കാരണമാണ് ഞാനിക്കിപ്പോൾ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പം വിമല പറഞ്ഞു, ഞാൻ എന്ത് തെറ്റിയെന്നാ? ദേ കൂടുതൽ എന്നെ കൂടെ പറയിപ്പിക്കരുത്. എനിക്ക് ശ്രുതിയെ കിട്ടാൻ വേണ്ട ഞാൻ ഇങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞേ. മോളെ, അത് തെറ്റല്ലേ ചെയ്തേ. ഞാൻ നിന്നോട് എന്നേ പറഞ്ഞല്ലേ അവനോടെങ്കിലും സത്യങ്ങളൊന്നും തുറന്നു പറയാനായിട്ട്. അങ്ങനെ പറയുമായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ? അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ശ്രുതിയെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് വന്നു കണ്ട പിന്നെ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എനിക്ക് പോലും അറിയില്ല. എൻ്റെ സമനില തെറ്റിയിരിക്കുക. എനിക്ക് ഏത് വേദന അവിടേക്ക് കയറിയാൽ മതിയാവുള്ളൂ. അതിനെന്ത് ചെയ്യണമെന്ന് പറ. അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തുമല്ല ചെയ്യണ്ടേ. എനിക്ക് അവിടേക്ക് കയറാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ശ്രുതിയെ വേണം. എനിക്ക് ശ്രുതി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ശ്രുതി പൊട്ടിക്കരയുവാണ്. വിമലയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വിമലയും വല്ലാതായിപ്പോയി. കാരണം ശ്രുതി അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാം ശ്രുതിയെ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും തെറ്റ് തന്നെ ആയിരിക്കുമല്ലോ. അതിന് മാറ്റം ഉണ്ടായാലും പോകുന്നില്ലല്ലോ. ഇനിയിപ്പോൾ ചന്ദ്രമതി അയയണം. ചന്ദ്രമതി പെട്ടെന്നൊന്നും ആയെന്ന ലക്ഷണവും കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.